എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ OTT-യിൽ. മാമി, സാധനം ഇവിടെ ഒന്നുമില്ല. പിന്നെ അത് എവിടെ പോവാനാടാ മോനെ? ഇവിടെ ഉണ്ടായി കിട്ടണ്ട മാമി. മാല ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാ. എന്നിട്ട് മാല എന്തി? അരുണേട്ടൻ എന്നെ കൊല്ലും. അമ്മ, നമുക്ക് ഒന്നുകൂടെ തപ്പാം. കിട്ടുന്നേ. അവിടെ മോങ്ങല് കണ്ടില്ലയോ? ഇനി എന്നാ ചെയ്യോടാ മോനെ? മാമന്റെ അടുത്ത് കാര്യം പറ. അച്ഛനെയാ? യുവർ ഡാഡ്. മാല വേണോ? എന്നാ വിളി. അമ്മ. എന്റെ അമ്മ വിളി മോളെ. നാളെ ആ മാല ഇല്ലാതെ ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കത്തൊന്നുമില്ല. എങ്കിലും അവരോട് നാളെ വരണ്ടെന്ന് പറ. പോടാ. അല്ലാതെ മാല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, നാളെ അരുണേട്ടനും അമ്മയും അളിയനും കൂടെയാ വരുന്നേ. അവർക്കാണെങ്കിൽ എല്ലാത്തിലും ഒരു നോട്ടം ഇത്തിരി കൂടുതലുമാണ്. ദൈവമേ, അവര് വന്ന് കണ്ട് ഇവളെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ബാക്കി അരുണോ നോക്കിയേനെ. അങ്ങോട്ട് മാറിയിരി മനുഷ്യ. മാമ, സാധനം ഈ വീട് മുഴുവൻ ഞങ്ങൾ തപ്പി. മാല ഇവിടെ ഇനി ഒരൊറ്റ വഴിയുള്ളൂ. പുതിയ മാല അങ്ങ് മേടിച്ചോളൂ. ഫസ്റ്റ് അതിനാന്നോ ആവേശമോ മാമനെ വിളിച്ചോണ്ട് വന്നത്? ഇങ്ങനെ തേങ്ങ ഇരിക്കുന്നു മാല മേടിക്കാൻ. ആ ബാത്റൂമിലെ 2 പൈപ്പ് നന്നാക്കാനേ ഞാനാ പ്ലംബർക്ക് പൈസ കൊടുത്തത്. അമ്മേ, കഴിഞ്ഞ 2 ദിവസത്തിനുള്ള ആരൊക്കെയാ പുറത്തുനിന്ന് ഇവിടെ വന്ന് പോയേ? പൈപ്പ് നന്നാക്കാൻ മാർട്ടിൻ വന്നായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ വിജയുടെ പിള്ളേർക്ക് അവധിയായിരുന്നു. അവര് ഫുൾ ടൈം ഇവിടെ ആയിരുന്നു. പിന്നെ പിന്നെ നിങ്ങൾ വന്ന് പോയവരുടെ ലിസ്റ്റ് അല്ലേ എടുക്കുന്നുള്ളൂ? ഞാൻ വന്നതേ ഉള്ളൂ, പോയില്ലല്ലോ. നിങ്ങൾ വന്നവരുടെ ലിസ്റ്റ് എടു. അവരാരെങ്കിലും എടുത്തു കാണുമോ? അത് അന്വേഷിക്കണം. ഞാനും അച്ഛനും കൂടെ മാർട്ടിന്റെ അടുത്ത് നേരിട്ട് പോവാം. അപ്പോഴത്തേക്കും അമ്മ വിധി ചേച്ചിയുടെ അടുത്തൊന്ന് പോയിട്ട് വാ. പയ്യെ പറയടി. പിന്നെ മാല അവിടെ എങ്ങാനും കിട്ടിയിട്ടുണ്ടോന്ന് ഒരു തഞ്ചത്തിൽ വേണം ചോദിക്കാൻ. അവരെടുത്തു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് തോന്നില്ല. ഓക്കേ സെറ്റ്. എന്നാ വിട്ടോ. അച്ഛൻ വാ. അല്ല, അപ്പൊ ഞാനോ? നീ പോയി മീൻ വറുക്കടാ. ഇതാ മാർട്ടിന്റെ കൂടെ പണിയാൻ വന്ന ചേർക്കണേ. അവനോട് ആ മാർട്ടിൻ എന്തെന്ന് ചോദിച്ചിട്ടു. നീ ഇവിടെ നിൽക്കി. ബായ്. എന്താ ചേട്ടാ? നീ മലയാളിയായിരുന്നു, ഞാൻ അവിടുന്ന് ബംഗാളിയായിരുന്നു. ബംഗാളി തന്നെ ചേട്ടാ. പറ ചേട്ടാ, എന്താ കാര്യം? മാർട്ടിനെ ഒന്ന് കാണാറുണ്ടല്ലോ. എന്നോട് പറഞ്ഞു ചേട്ടാ, എന്താ കാര്യം? മാർട്ടിനോട് പറയാനുള്ളൂ. മാർട്ടിനോട് പറഞ്ഞോളാം. ചേട്ടാ, കുछ बोलना है. എന്നെ ഒരു കാര്യം പറയാനുണ്ട്, വാ. എന്നാടാ? ചേട്ടാ, ഞാൻ ഈ പറയുന്നത് ചേട്ടാ ആരോടും പറയല്ലേ. നീ കാര്യം പറ. वो मालिक ने गोवा चला गया. ഗോവയ്ക്കോ? गोवा. മാർട്ടിനോ? ഡൗട്ട് ഹേ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ ചേട്ടാ. എന്താടാ? ഇന്നലെ മാലിക്കിന് നല്ല പൈസ കിട്ടുന്ന എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു. ഒരു മാലയാണോ? ഒരു മാൽ ഹേ. പക്ഷേ നീ വിളിക്ക്, മാർട്ടിനെ വിളിച്ചേ. പറ്റില്ല ചേട്ടാ. ഗോവയ്ക്കാണ് പോയെന്ന കാര്യം ആരോടും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല. മേരാ മാല, മേരാ ഹേ. മാല ആപ്കാ? ആപ്കാ മാല? കമാൽ ഹേ. പറയണ്ട ചേട്ടാ. വിളിക്ക് നീ. ഗോവ മേ ചിൽ. ഇന്ന ചേട്ടാ.
ചെയ്യുന്നു വെച്ചപ്പോ. മാർട്ടിനെ എന്റെ കൊച്ചിന്റെ മാല എന്തിയടാ? മാലയാ? ഏത് മാല? മാർട്ടിനെ നീ കിടന്ന് ഉരുളരുത് കേട്ടോ. എന്റെ കൊച്ചിന്റെ മാലയും കൊണ്ടല്ലടാ നീ ഗോവയെ പോയി കിടന്ന് കുന്തളിക്കുന്നത്. ഞാൻ ഗോവലാണെന്ന കാര്യം ചേട്ടനോട് ആര് പറഞ്ഞു? ഈ ചെറുക്കൻ പറഞ്ഞല്ലോ. ഏത് ചെറുക്കൻ? ഹായ് മാലിക്. ഓ, എന്റെ പൊന്ന് ഗോപിച്ചേട്ടാ, ചേട്ടന്റെ മാല കൊണ്ടൊന്നുമല്ല ഞാൻ ഗോവയ്ക്ക് വന്നത്. കുറെ നേരത്തുള്ള ആഗ്രഹ ഗോവയ്ക്ക് വരണം. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നു 30 പൈസ ആയിട്ട് ഞാനങ്ങോട്ട് ചേട്ടാ മാലിക്കോ ചിട്ടി മിൽക്കയാ ഇന്നലെ പൈസ പൈസ. എന്തു പറ്റി ചേട്ടാ? പെണ്ണും പിള്ള ഇവിടെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങളെ ചെറുക്കമ്പോൾ തന്നെ സംശയിച്ചില്ലേ? നിങ്ങളത് കാണാനാക്കി. എടാ മാർട്ടിനെ അത് ഞാൻ ചാകാൻ പോവാ. മാർട്ടിനെ വിജിയൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ മക്കള് നിങ്ങളുടെ മാല എടുത്തോന്ന് അറിയണം അല്ലേ ചേച്ചി? നല്ല തെറി കേട്ടല്ലേ. മുഴുവൻ കേൾക്കാൻ ഞാൻ നിന്നില്ല, ഞാനിങ്ങ പോന്നു. മീൻ വറുത്തോടാ. മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്തായി, അവനെ കണ്ടോ? അവനവിടെ വന്ന് കരയുന്നുണ്ട്. എന്തോത്തിന്? ആ മാല കിട്ടിയ? മാലയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. നീ അത് നോക്കുക വേണ്ട. നീ അരുണിനെ വിളിച്ച് കാര്യം പറ. അയ്യോ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ ഇല്ലയോടാ മോനെ? അവൻ എന്തുവാ പനി? കാറിന്റെ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവാ. എന്നാ എത്തി സാറേ, എത്തി ഇവിടെ. സാറേ ഫ്ലാഗ് വെച്ചിരിക്കുന്ന അതിന്റെ താഴെ സാറാണോ സാർ? ആ കണ്ട് സാറേ, കണ്ട്. എത്തി സാറേ. നമസ്കാരം സാറേ. ഹായ് സാർ. കുറച്ച് ലേറ്റ് ആയി പോയല്ലോ. വരുന്ന വഴി ഒരു കസ്റ്റമർ കാണാണ്ടായിരുന്നു സാറേ, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. പേര് എന്താ പറഞ്ഞ സാർ? അരുൺ. ആ മിസ്റ്റർ അരുൺ, ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് ഓക്കെ, ഫീൽ ഫ്രീ. താങ്കൾ വരാൻ ലേറ്റ് ആയപ്പോഴേ ഞാൻ ഇത് കൂടെ പോണ KSRTC ബസിന്റെ ഒക്കെ എണ്ണ എടുക്കുമായിരുന്നു. 7 എണ്ണം ഉണ്ടായിരുന്നു. യൂനോ ഇങ്ങനെ പറക്കൂലായിരുന്നു. ഓ എന്തൊരു സ്പീഡ്! ഓഹോ സാറേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലേ സാറേ? അരുൺ കയറൂ. സാറേ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാം. ഫുള്ള് ക്യാമറയാണ്. എവിടെയാ സാറേ അവിടെ സാർ. വേണ്ട ഇവിടെ. അറിയാ. ബൈ ദ ബൈ മിസ്റ്റർ അരുൺ, ഒരു ഡൗട്ട്. പിന്നെ ഈ കാറിന്റെ പെട്രോളിന് എന്താവും? അല്ല സാറേ മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ വണ്ടി എടുക്കുവാണെങ്കിലേ ഇതിന്റെ പെട്രോളിന് എന്ത് ചെലവ് വരും ഞാൻ അറിഞ്ഞിരിക്കണല്ലോ. ഏത്? അല്ലാതെ സാറേ ഇപ്പൊ വണ്ടി ഇപ്പൊ ഏതാണെങ്കിലും പെട്രോളിനെല്ലാം ഒരു വിലയില്ല. അതിപ്പോ അങ്ങനെയായിരിക്കും. ഇൻട്രസ്റ്റിംഗ്. എന്നാ പോവാ നമുക്ക്. ഓക്കെ സാർ, പോ സാർ. സാറേ ഒരു സെക്കൻഡ് സാറേ. അയ്യോ സാറേ, ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു, ഒന്ന് സംസാരിച്ചോട്ടെ? പറഞ്ഞു, കുഴപ്പമില്ല. സാറേ 5 ഫ്ലൈറ്റ് ചെല്ലുമ്പോഴേക്കും ഞാനും എത്തിക്കോളാം. എടി നീ ഇത് എവിടാടി? നിന്റെ ഒരു അനക്കവും ഇല്ലല്ലോ. രാവിലെ തൊട്ട് എത്ര മെസ്സേജാ നിനക്ക് അയച്ചു? നീ എന്തൊന്നും മിണ്ടാത്ത? നാളത്തെ കാര്യം അല്ലെങ്കിൽ നിനക്ക് ടെൻഷൻ ഉണ്ടല്ലേ? എനിക്ക് അതെ, താമ അടിച്ചോട്ട സ്വർണ്ണമാല തന്റെ പുന്നാര കാമുകി എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അത് പറയാൻ വിളിച്ചതാ. ഓക്കെ
എന്റെ ഫോണിങ് കാടാ. കറക്റ്റ് കാര്യമില്ല ഞാൻ പറഞ്ഞത്. അരുണേട്ടാ. ഏതാടി അവൻ? എന്റെ അരുണേട്ടാ, അതാ ആവേശ. ആര്? ഓ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ കസിൻ അവനാ. അതറിയില്ല ഓട്ടെ. ഇത് ഏത് മാല കാര്യം പറഞ്ഞേ? അത് പിന്നെ നമ്മുടെ പുതിയ മാല കാണുന്നില്ല. ഞാൻ ഇന്നലെ വരെ ഇട്ട തന്നെ. കാണുന്നില്ലേ? നന്ദന നീ കളിക്കല്ലേ, അവിടെ കാണും. നീ ഒന്ന് തപ്പി നോക്ക്, ആ ആവശ്യം വിളിച്ച് നോക്ക്. ഞങ്ങളിവിടെ എല്ലാം തപ്പിയതാന്നേ, എവിടെയും കാണുന്നില്ല. ഞാനിപ്പോ എന്താ വേണ്ട? എനിക്ക് അറിഞ്ഞൂടാ. നന്ദനെ കണ്ടെടുത്തൊക്കെ കടം പേടിച്ച് ഓടി നടന്ന് കിട്ടിയ പൈസക്ക് വാങ്ങിച്ച മാലയാ അത്. എന്റെ അരുണേട്ട, ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ലൊരു മാല കാണുന്നത് തന്നെ. ഞാനത് മനഃപൂർവ്വം കളയോ? നാളത്തെ കാര്യം നിനക്കറിയാലോ. അത് മാത്രമല്ല, അളിയനും കൂടെ വരുന്നു. എനിക്കറിയത്തില്ല നാളെ എന്താവും. നീ എന്നാ ചെയ്യും അത് പറ. നീ ഒരു കാര്യം ചെയ്യും, ഒരു റോൾഡ് മാല മേടി. നാളെ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ അരുണേട്ട, അത് മാത്രം എന്നോട് പറയണ്ട, നടക്കത്തില്ല. നീ മാല കൊണ്ടുപോയി കളഞ്ഞിട്ട് എന്തായാലും നാളെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്ന പ്രശ്നമില്ല. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എനിക്ക് ഒറിജിനൽ തന്നെ വേണം. അവളുടെ ഒറിജിനൽ കടം മേടിച്ച് തൊലട്ടാ ഞാൻ. അരുണേട്ട, അപ്പൊ അരുണേട്ട നാളെ പുതിയ മാല മേടിക്കോ? ഉറപ്പാണ്? എന്റെ പൊന്നു നന്ദന, ഇനിയെങ്കിലും നീ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണാൻ നോക്ക്. ലൈഫിൽ കുറച്ചുകൂടെ പക്വത കാണിക്ക് പ്ലീസ്. ഹലോ ഹലോ. അവൻ എന്തോ പറഞ്ഞു മോളെ? ഫോൺ കട്ടാക്കി. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ബിസിയാ. അവ മുങ്ങിക്കാൻ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കായാലും ഒന്നും മുങ്ങാൻ തോന്നും.